യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും തക്ക പ്രതിഫലം നൽകുന്നവനാണ് ദൈവം. നമ്മുടെ ചെയ്തികൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെയും മലിനപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നന്മയോ തിന്മയോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ദുഃഖപൂരിതമാക്കുന്നുണ്ടോ എന്നും. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷമ ഇസ്രായേൽ എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെയും അനേകർ കർത്താവിൻ്റെ വചനം കേട്ട് ആരാധനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലും സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ പറ്റിയതിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കാരിസ്പനിൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ വചനം അതുപോലെ അനേകരുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ പ്രത്യേകമായ രീതിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന, ധ്യാനിക്കാൻ പോകുന്ന കർത്താവിൻ്റെ വചനം അതിശക്തമായ വചനമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കൂടിയുള്ള കർത്താവിൻ്റെ വലിയ സന്ദേശമാണ് ഇന്നത്തെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ പോകുന്നത്. വലിയ ആഗ്രഹത്തോടെ, വലിയ തീഷ്ണതയോടെ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കിരിക്കാം. പറയുന്ന ഓരോ വചനവും ഹൃദയത്തിലേറ്റെടുത്ത് ആ വചനം നമ്മളെ കീറി മുറിക്കുമ്പോൾ വചനം മുറിക്കാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങളാണ്. അതിൽ പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നത് 19, 20 വചനങ്ങളാണ്. പക്ഷേ 12 മുതലുള്ള വചനങ്ങളിലാണ് സോളമനെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് അവിടെ സംസാരിക്കുന്നത്. അതിൽ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സോളമൻ യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു, നിൻ്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നമുക്കറിയാം, സോളമൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും വിവേകത്തെക്കുറിച്ചും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ട് മറന്നുപോയിട്ടുണ്ട്, കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. കേൾക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതത്തിൽ പരിവർത്തനമൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രഭാഷകനിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സോളമൻ്റെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്. 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ സോളമൻ്റെ നന്മകളെക്കുറിച്ച് ഉയർത്തിക്കാട്ടിയിട്ട് അവസാനം പ്രഭാഷകൻ ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ് 19, 20 വചനങ്ങൾ. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി,
നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ നീ മലിനമാക്കി. അവരെ ക്രോധത്തിന് നീ ഇരയാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖ കാരണമായി. ശരിക്കും വചനം വായിച്ചു പോകുമ്പോൾ വളരെ ഞെടുക്കത്തോടു കൂടിയാണ് ഞാൻ ഈ വചനം വായിച്ചു തീർത്തത്. കാരണം സോളമൻ ചെയ്ത ഒരു പ്രവൃത്തി, സോളമൻ ചെയ്ത ഇത്രമാത്രം ജ്ഞാനത്തിലും വിവേകത്തിലും നിന്നിരുന്ന ഒരു വ്യക്തിയാണ്, ഇത്രമാത്രം ദൈവസ്നേഹത്തിൽ നിന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം ആ തലമുറകളെ പോലും മലിനമാക്കി എന്ന് വചനം പഠിപ്പിക്കുന്നു. ചിലരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ മോനെ ഇങ്ങനെ പോയാൽ പോരാ എന്നൊക്കെ പറയുമ്പോൾ, ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചാൽ എന്നാ കുഴപ്പം, ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അച്ഛനറിയാവോ, അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ഉടുപ്പും ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അല്പം കുടിക്കുന്നത് കൊണ്ടോ ഞാൻ അല്പം എൻ്റേതായ ഇഷ്ടങ്ങളുടെ പുറകെ പോകുന്നതിന് ഇപ്പം എന്നാ കുഴപ്പം? വീട് നോക്കുന്നില്ലെങ്കിൽ ഓക്കെ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പരിഗണിക്കുന്നില്ലെങ്കിൽ അങ്ങനെ അച്ഛന് പറയാം, പ്രശ്നമില്ല. ഇതെൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യവും എൻ്റെ മക്കളുടെ കാര്യവും എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചില ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ ഇപ്പം എന്നാ കുഴപ്പം? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇവിടെ അതിനൊക്കെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഉത്തരം തരികയാണ്. സോളമൻ ചെയ്ത ഒരു പാപം, അതിൻ്റെ കാഠിന്യം എഴുതി വെച്ചിരിക്കുകയാണ്. നീ സ്ത്രീകൾക്ക് അധീനനായി, അതായിരുന്നല്ലോ അവൻ്റെ പാപം. നിന്റെ അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. ഒരു അഭിലാഷമാണ് അവനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് കൂട്ടിച്ചേർ, നിന്റെ സത്കീർത്തിക്ക് നീ കളങ്കം വരുത്തിയെന്ന് മാത്രമല്ല, സന്തതി പരമ്പരയെ നീ മലിനമാക്കി. അവരുടെ മേൽ ക്രോധം വരുത്തി വെച്ചു. അപ്പോൾ സോളമൻ്റെ ഒരൊറ്റ പ്രവൃത്തി അവൻ്റെ സന്തതി പരമ്പരയെ പോലും മലിനമാക്കിയെന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ധ്യാനാത്മകമായി ഈ വചനത്തെ ഒന്ന് നോക്കിക്കണ്ടാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചില പാപത്തോടുള്ള പ്രതിപത്തികൾ, ചില ലോകത്തോടുള്ള മോഹങ്ങൾ, ചില ജഡത്തിൻ്റെ പ്രവണതകളോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വിട്ടുവീഴ്ചകൾ ഒരുപക്ഷെ നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് വചനം പഠിപ്പിക്കുക. സോളമൻ്റെ ഒരൊറ്റ പ്രവൃത്തി, ഒരു പാപപ്രവൃത്തി അവനിൽ തന്നെ ഒതുങ്ങി നിന്നില്ല. അവൻ്റെ പ്രവൃത്തി അവൻ്റെ സന്തതി പരമ്പരയെ നോക്കിക്കേ, അവൻ്റെ തലമുറകളെ പോലും മലിനമാക്കി, അശുദ്ധമാക്കി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, ഞാൻ ഇന്നൊരു പാപത്തിലും ഒരു അശുദ്ധിയിലും എൻ്റെ ചില ഇഷ്ടങ്ങളുടെയും ദൈവേഷ്ടത്തിന് വിപരീതമായ ഇഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കങ്ങനെ പറയാൻ പറ്റും, ദിസ് ഈസ് ഓക്കെ, ഇനിയിപ്പോൾ എന്നാ കുഴപ്പം, എനിക്കെന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റും. ഞാൻ അറിയാതെ എൻ്റെ സന്തതി പരമ്പരയെ ഞാൻ മലിനമാക്കുകയാണ്. എൻ്റെ തലമുറകളിലേക്ക് അശുദ്ധിയാണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മൂലം എൻ്റെ കുടുംബം, എൻ്റെ തലമുറകൾ പോലും പരാജയത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന്, തകർച്ചകളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായും ശക്തമായും നമ്മൾ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ പാപത്തിന്, ഒരു വ്യക്തിയുടെ തീരുമാനത്തിന്, അത് നന്മയുടെ തീരുമാനമാകട്ടെ തിന്മയുടെ തീരുമാനമായിക്കട്ടെ, ഒരു വ്യക്തി ഈ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന ചെറുതും വലുതുമായ തീരുമാനങ്ങൾക്ക് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ നന്മയിലേക്കും തിന്മയിലേക്കും എത്തിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിരുത്തി അധ്യായം മുഴുവൻ വായിക്കുക, സമയം കിട്ടുവാണെങ്കിൽ വായിക്കും, നല്ലതാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്, ജോഷുവ പ്രവാചകൻ തൻ്റെ സൈന്യവുമായിട്ട് ദൈവം പറഞ്ഞതുപോലെ ദൈവത്തെ ചേർത്തു പിടിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ നിർത്തി യുദ്ധം ചെയ്യുമ്പോൾ ഇവരുടെ ചെറിയ ഗണമാണെങ്കിൽ പോലും വലിയ സൈന്യങ്ങൾക്കെതിരെ ജീവിതത്തിൽ വിജയം വരിക്കുകയാണ്. നോക്കണം, ഇസ്രായേൽ ജനം അങ്ങനെ അടിക്കടി ജോഷുവയുടെ നേതൃത്വത്തിൽ വിജയം വരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ജെറിക്കോയെ തകർത്ത് തരിപ്പണമാക്കി അവരെല്ലാം നശിപ്പിച്ചു. ദൈവം പറയും,
ജെറീക്കോയെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങളൊന്നും എടുത്തുകൊണ്ട് പോരരുത്. ഇത് കൃത്യമായിട്ട് ദൈവം ജോഷുവയ്ക്ക് നിർദ്ദേശം കൊടുത്ത. ജോഷുവ ദൈവം കൊടുത്ത നിർദ്ദേശം വളരെ വ്യക്തമായിട്ട് ജനത്തെയും പറഞ്ഞു കേൾപ്പിച്ചു. ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്: ജെറീക്കോയെ നമ്മൾ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. ഇത് തൻ്റെ ജനത്തെ ദൈവം പറഞ്ഞതിനനുസരിച്ച് ജോഷുവ പറഞ്ഞു. എന്നിട്ട് ഈ ജനം മുഴുവൻ അത് കേട്ടു. സംഭവിച്ചത് തന്നെ ആ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഖാന്റെ പാപം എന്ന് പറയുന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത്. ജെറീക്കോയിലൂടെ കടന്നു പോകുന്നപ്പോൾ ആഖാൻ നോക്കിയപ്പോൾ കുറേ സ്വർണവും വെള്ളിയും സ്വർണ്ണ കട്ടിയൊക്കെ കണ്ടപ്പോൾ ആഖാൻ്റെ കണ്ണുകൾ അങ്ങോട്ട് മഞ്ഞളിച്ചു പോയി, നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞ. അല്ലെങ്കിൽ സോളമന് തോന്നിയതുപോലെ ഒരു അഭിലാഷം, ഇത് സ്വന്തമാക്കാനുള്ള ഒരു അഭിലാഷം, ഒരു ആഗ്രഹം. ദൈവനിഷിദ്ധമെന്ന് പറഞ്ഞത് സ്വന്തമാക്കാനുള്ള ചില അഭിലാഷങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില ത്വരകൾ നമ്മളിൽ ജീവിതത്തിൽ പിശാച് തരും. ഇവിടെ അപ്പോൾ നിന്നു കൊടുക്കരുത്, ഓടി രക്ഷപ്പെട്ടു കൊള്ളാൻ പറ്റുമെങ്കിൽ. ആഖാൻ അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ, ഇതൊക്കെ വെറുതെ പോകുന്നത് കണ്ടപ്പോൾ നശിച്ചു എന്നാണ്. ഇതങ്ങനെ കളയണം എന്തിനാ? ഇത്രയും നല്ല വിലപിടിപ്പുള്ള സാധനമല്ലേ, സ്വർണ്ണമല്ലേ, വെള്ളിയല്ലേ, സ്വർണ്ണ കട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആഖാൻ എന്ത് ചെയ്ത്, ആരും കാണാതെ ആഖാൻ ഇതിൽ നിന്ന് കുറച്ചടിച്ചു മാറ്റി എടുത്തുകൊണ്ട് പോവാ. ദൈവം നിഷിദ്ധമെന്ന് പറഞ്ഞതാ. വേറെ ആരും നോക്കണം, ആ ഗോത്രങ്ങളിൽ ഒന്നിൽ പോലും ഒരു ഗോത്രത്തിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും ആരും ഒന്നും എടുക്കുന്നില്ല. ഈ ആഖാൻ മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. എന്നിട്ട് ആഖാൻ കൊണ്ടുവന്ന് തൻ്റെ ഭവനത്തിൽ കൂടാരത്തിനുള്ളിൽ ഇവയൊക്കെ ഒളിപ്പിച്ച് ഭദ്രമായിട്ട് വയ്ക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ജോഷുവ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ ആയി പട്ടണത്തിനെതിരെ യുദ്ധത്തിന് പോവുക. ആയി പട്ടണം വലിയ പട്ടണമൊന്നുമല്ല, വലിയ സൈന്യബലമുള്ളതൊന്നുമല്ല. അതുകൊണ്ട് ജോഷുവ കുറച്ച് പേരെ വിടും, നിങ്ങൾ പോയി നോക്കുക എങ്ങനെയുണ്ട്. അവർ നോക്കിയിട്ട് വന്നിടും, വലിയ ബലമൊന്നുള്ള കേസല്ല, നമ്മളെല്ലാവരും പോകേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എന്നാ ചെയ്യണം, കുറച്ച് പേരെ വിട്ടാൽ മതി, നമുക്ക് ഈസിയായിട്ട് കീഴ്പ്പെടുത്താം എന്ന് പറഞ്ഞു. ജോഷുവയ്ക്കറിയാം ജോഷുവയുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. അതുകൊണ്ട് ഏത് സൈന്യത്തെയും തോൽപ്പിക്കാനുള്ള ബലം ജോഷുവയ്ക്ക് ഉണ്ടെന്ന് ജോഷുവയ്ക്ക് അറിയാം. കാരണം എന്താ? ദൈവം കൂടെയുള്ളതുണ്ട്, ആ ബലമാണ്. ജോഷുവ പറഞ്ഞു വിടുക. ഈ സൈന്യത്തെ മുഴുവനും ജോഷുവ പറഞ്ഞു വിടുന്നു. സൈന്യം യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ആയി പട്ടണത്തിനെതിരെയുള്ള യുദ്ധത്തിൽ വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: അവർ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഈ ചെറിയ സൈന്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഇവർ പിന്തിരിഞ്ഞോടുന്നു. ഓടുന്ന സമയത്ത് 10-30 പേരെ പിടിച്ച് അവിടെ വെച്ച് വധിക്കുക, കൊന്നുകളയുക. നോക്കിക്കേ. എന്നിട്ട് പരാജയപ്പെട്ട് തിരിച്ചോടുകയാണ്. ഇസ്രായേൽ ജനം യുദ്ധത്തിൽ, ആയി പട്ടണത്തിനെതിരെയുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് അവർ പിന്തിരിഞ്ഞോടുകയാണ്. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ജോഷുവ ഇത് കണ്ടിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇതെന്നാ ഇങ്ങനെ സംഭവിച്ചത്? ഇന്ന് വരെ നിൻ്റെ കരബലത്തിൽ നിൻ്റെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് വിജയമല്ലേ ഉള്ളൂ, നീ പറഞ്ഞില്ലേ ഞാൻ നിനക്ക് വിജയം തരുന്നത്, എന്തുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ സംഭവിച്ചത്? അപ്പോൾ കർത്താവ് പറയും, ഇസ്രായേൽ ജനം മുഴുവൻ, ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനം മുഴുവൻ പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയതിന് കാരണം ഒരൊറ്റ വ്യക്തിയുടെ പാപമാണ്. ചിലപ്പോൾ കുടുംബങ്ങളിലൊക്കെ ഇതൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ? ഒരപ്പൻ്റെ പാപം മക്കളുടെ ജീവിതത്തിൽ, എത്രയോ മക്കളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, തകർച്ചകൾ കൊണ്ടുവരുന്നുണ്ട്, എത്രയോ ജീവിതങ്ങളിൽ തടസ്സങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എനിക്കറിയാം, കുടുംബത്തിൽ തന്നെ മക്കളുടെ ജീവിതത്തിലൊക്കെ വിവാഹം നടക്കുന്നില്ല, അവരുടെ ജോലി സെറ്റിൽമെൻറ്റ് നടക്കുന്നില്ല. ഇതൊക്കെ ആയിട്ടും അമ്മയും മക്കളും അന്നൊക്കെ ധ്യാനം കൂടിയിട്ടും അപ്പനെ വന്ന് കൊണ്ടുവന്നൊരു ധ്യാനം കൂടിപ്പിക്കണമെന്നൊരു സന്ദേശം കിട്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ട് അപ്പം പറയും, ഞാൻ വരികയല്ല, നിങ്ങളുടെ കല്യാണം നടന്നില്ലേലും നിങ്ങൾക്ക് ജോലി കിട്ടിയാലേ എനിക്കിത് പ്രശ്നമൊന്നുമില്ല, ഞാൻ വരികയല്ല. എന്നാ നഷ്ടമുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. അപ്പനൊന്ന് പോയിട്ട് ഒരു 3-4 ദിവസം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് ഒന്ന് എളിമപ്പെടാൻ, അല്ലേ? വേറെ ഒന്നുമില്ല, അത് എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്. തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ട് മക്കളിലും തലമുറകളിലും ഇന്ന് അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ട് കടന്നു പോകാൻ അനുവദിക്കുന്ന എത്രയോ അപ്പന്മാരും അമ്മമാരും ഉണ്ടെന്നറിയാമോ?
എൻ്റെ അഹങ്കാരം കൊണ്ട്, ഒരു വ്യക്തിയുടെ അഹങ്കാരം കൊണ്ട് കുടുംബം തകർച്ച നേരിടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഈ മകള് പറഞ്ഞു, എൻ്റെ അച്ഛോ, അപ്പൻ എന്നാ നഷ്ടമുണ്ട്, എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാണ്, കണ്ടില്ലേ. അപ്പനൊന്നും വന്ന് ഒരു ധ്യാനം കൂടി അനുദപിച്ച് ചിലതൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് എളിമപ്പെടാൻ, ചില തീരുമാനങ്ങൾക്കൊക്കെ ഒന്നൊരു മാറ്റമുണ്ടായാൽ ഞങ്ങളുടെ ഒക്കെ വിവാഹം നടക്കും, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളൊക്കെ ശരിയാകും. പക്ഷെ അപ്പൻ സമ്മതിക്കുന്നില്ല. വിദേശത്ത് പോകാൻ ഈ തന്ത സമ്മതിക്കുന്നില്ല. നീ പോകണ്ട, നീ നാട്ടിലെവിടെയെങ്കിലും പണിയെടുത്താൽ മതി. അപ്പൻ്റെ കാഴ്ചപ്പാടിന് മാറ്റമില്ല. മക്കൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പൻ്റെ കാഴ്ചപ്പാടിലും അപ്പൻ്റെ സ്വാർത്ഥതയിലും അപ്പൻ്റെ ആഗ്രഹത്തിനൊക്കെ അപ്പൻ കുടുംബത്തെ വരുതി നിർത്തുക. ആ ഒരു വ്യക്തിയുടെ തീരുമാനം മൂലം കുടുംബം മുഴുവനും തകർന്നിരിക്കുക, പരാജയപ്പെടുക, നഷ്ടപ്പെടുക, വേദനിക്കുക, നൊമ്പരപ്പെടുക. ഇതൊന്നും മനസ്സിലാക്കുന്നുമില്ല. ജോഷുവയുടെ അടുത്ത് കർത്താവ് പറഞ്ഞു, ഗോത്രത്തിലെല്ലാവരും വിളിക്കേ, എന്നിട്ട് ഏത് ഗോത്രത്തിലെ ഏതവനാണ് അല്ലെങ്കിൽ ആരാണ് ദൈവത്തിന് നിഷിദ്ധമായത് ഭവനത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്ക്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ജെറിക്കോയെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരരുതെന്ന് ഞാൻ കൃത്യമായ നിർദ്ദേശം. ആരാണ് ദൈവസ്വരത്തെ മാനിക്കാതെ ദൈവിക നിർദ്ദേശത്തിനെതിരെ പ്രവർത്തിച്ചതെന്ന് നീ ശ്രദ്ധിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. ഒറ്റ കാരണം കൊണ്ടാണ് ഇസ്രായേൽ ജനം മുഴുവനും പരാജയപ്പെട്ടത്. ഒരൊറ്റ വ്യക്തിയുടെ പാപത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് നയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ സോളമൻ്റെ പാപം, സോളമൻ്റെ അഭിലാഷം, സോളമൻ്റെ ജഡത്തോടുള്ള ആഗ്രഹങ്ങൾ, സ്ത്രീകളോടുള്ള അഭിലാഷം സംഭവിച്ചിട്ട് തൻ്റെ സന്തതി പരമ്പരയെ വചനം പറയുന്ന അവൻ മലിനമാക്കി ദൈവത്തിൻ്റെ ക്രോധത്തിന് അവരെ വിട്ടുകൊടുത്തു. ആക്കാനൊരു വ്യക്തി പാപം ചെയ്തപ്പോൾ സംഭവിച്ചെന്താ, ഇസ്രായേൽ ജനം മുഴുവനും യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അന്ന് വരെ പരാജയമില്ലാതിരുന്ന ജനതയാണ്. നോക്കിക്കേ, ജോഷുവയുടെ നേതൃത്വത്തിൽ ആ നിമിഷം വരെ വലിയ സൈന്യത്തിനെതിരെ പോലും ഈ ചെറിയ ഗണം വിജയം വരിച്ച് തിരിച്ചു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇവിടെ ചെറിയ ഗണത്തിനെതിരെ ഈ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു പോയതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ വചനം പഠിപ്പിക്കുന്നുള്ളൂ. ദൈവത്തിന് നിഷിദ്ധമായത് ഈ ഒരൊറ്റ വ്യക്തി എടുത്തു വെച്ചു. ആ ഒരൊറ്റ വ്യക്തിയുടെ പാപം ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും പരാജയത്തിന് കാരണമായി തീരുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരൊറ്റ വ്യക്തിയുടെ പാപത്തിന് അതുപോലെ ഒരു സന്തതി പരമ്പരയെ മലിനമാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു വ്യക്തിയുടെ വിശുദ്ധ ജീവിതം ആ സന്തതി തലമുറകളെ വിശുദ്ധീകരിക്കാൻ കൽപ്പുള്ളതല്ലേ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കമ്പ്യൂട്ടറിലൊക്കെ ഈ വൈറസ് കയറുന്നൊരു പരിപാടിയുണ്ട്, വൈറസ്. ഇനി ആ കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? ആ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോയി കുത്തുന്നതൊക്കെ, ഏത് പെൻഡ്രൈവ് കൊണ്ടുപോയി കുത്തിയാലും അല്ലെങ്കിൽ ഏത് സാധനങ്ങൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കൊണ്ട് ഈ കമ്പ്യൂട്ടറുള്ള വൈറസ് ഇതിനകത്തേക്ക് കയറും. പിന്നെ കയറാതിരിക്കണേ നമ്മൾ എന്നാ ചെയ്യണം, കമ്പ്യൂട്ടറിലെ വൈറസ് കളഞ്ഞ് അത് സ്കാൻ ചെയ്ത് അതിൻ്റെ വൈറസ് ഡിലീറ്റ് ചെയ്ത് അതിനകത്ത് ആൻറ്റിവൈറസൊക്കെ ഇട്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് കുത്തിയാലും, കാരണം എന്താ, ഈ മെയിൻ കമ്പ്യൂട്ടർ മലിനമായിരിക്കുക. അപ്പം അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ മലിനമാവും എന്ന് പറയുന്നത് പോലെ തന്നെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഒരു വ്യക്തിയുടെ പാപം ആ സന്തതി പരമ്പരയെപ്പോലും പാപത്തിലേക്കും മാലിന്യത്തിലേക്കും നയിക്കുകയാണ്. ഇവിടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം തിരുവചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ, ആദത്തിൻ്റെ പാപത്തെക്കുറിച്ചാണ് പറയുന്നത്, കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരായി. കണ്ടോ, ആദത്തിൻ്റെ പാപം സകലരെയും പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്താലുള്ള നീതീകരണം നമ്മളെ രക്ഷയിലേക്ക് നയിച്ചു.
അപ്പോൾ ഒരു വ്യക്തി, ഞാനൊരു അപ്പനായിരിക്കാം, ഒരു അമ്മയായിരിക്കാം, ഞാനിപ്പോൾ എന്നാ ചെയ്താൽ എന്നാ പ്രശ്നമെന്ന് ഒരിക്കലും പ്രിയപ്പെട്ടവരെ മാറി നിന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പാപപ്രവർത്തികൾക്കും ഓരോ നന്മ പ്രവർത്തികൾക്കും അതിൻ്റേതായ വൈബ്രേഷൻ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സോളമനെ നോക്കിയിട്ട് കർത്താവ് പറയുന്നത് കണ്ടോ, വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കണ്ടോ, സോളമൻ നിന്റെ അഭിലാഷങ്ങൾക്ക് നീ കീഴ്പ്പെട്ടു പോയപ്പോൾ സംഭവിച്ചത് നിന്റെ സന്തതി പരമ്പരയെ നീ മലിനമാക്കി അവരെ ദൈവീക ക്രോധത്തിന് നീ വിട്ടുകൊടുത്തു. നമ്മൾ ഇന്ന് ഈ നിമിഷം എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകരെ സ്വാധീനിക്കാൻ, നന്മയിലേക്കും തിന്മയിലേക്കും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. തുറന്നു വരുന്ന ആരാധന നിമിഷങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്തിട്ട് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവർ. ഞാൻ ആരുമായിക്കൊള്ളട്ടെ, അപ്പനോ അമ്മയോ വൈദികനോ സന്യസ്തനോ സിസ്റ്ററോ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ എല്ലാ തീരുമാനങ്ങൾക്ക്, ചെറുതും വലുതുമായ തീരുമാനങ്ങൾക്ക്, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സ്വാധീനിക്കാൻ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നന്മയിലേക്കും തിന്മയിലേക്കും വിശുദ്ധിയിലേക്കും അശുദ്ധിയിലേക്കും നയിക്കാനുള്ള കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ ഒരു പരിവർത്തനം, ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ ആരാധനയിലൂടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ അതുപോലെ ഒരു മാറ്റം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പ്രത്യേകം സമർപ്പിച്ച് ഒരു മാനസാന്തരത്തിന് വേണ്ടി, ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മയും നമ്മളെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. വചനത്തിലൂടെ നമ്മൾ കേട്ടു, നമ്മുടെ പാപം നമ്മുടെ സന്തതി പരമ്പരയെ പോലും മലിനമാക്കാം. ഒരുപക്ഷെ നമ്മളിന്ന് കടന്നു പോകുന്ന ചില അവസ്ഥകളും ചില തടസ്സങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ മാലിന്യം നമ്മളിലേക്ക് കടന്നു വന്നതാകാം. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കേട്ടു, സോളമൻ തൻ്റെ പ്രവൃത്തി മൂലം സന്തതി പരമ്പരയെ മലിനമാക്കി എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും പാപത്തിൻ്റെയോ അശുദ്ധിയുടെയോ ദൈവ വചനത്തിന് നിരക്കാത്ത പ്രവൃത്തികളോ പ്രവണതകളോ നമ്മളിന്ന് താലോലിക്കുമ്പോൾ, നമ്മൾ നോക്കേ എന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ ദൈവം പ്രാധാന്യം കൊടുക്കേണ്ടവയ്ക്ക്, പ്രാധാന്യം കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവയ്ക്ക് അതേ പ്രാധാന്യം കൊടുക്കാതെ ദൈവവചനത്തിനും വിശുദ്ധ ജീവിതത്തിനും സുവിശേഷ അധിഷ്ഠിതമായ ജീവിതത്തിനും കൗദാശിക അധിഷ്ഠിതമായ ജീവിതത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ കടന്നു പോകുമ്പോൾ നമ്മളിലൂടെ അല്ലെങ്കിൽ എന്നിലൂടെ അടുത്ത തലമുറകളിലേക്ക് കടന്നു പോകുന്നതും ഇത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകനിലൂടെ വചനം പറയുന്നത്, നിൻ്റെ സന്തതി പരമ്പരയെ നീ മലിനമാക്കി. ഞാൻ എന്നെ മലിനമാക്കുമ്പോൾ എൻ്റെ സന്തതി പരമ്പരയാണ് ഞാൻ മലിനമാക്കുന്നത്. അത് ആ ഒരു ആത്മീയ രഹസ്യമാണ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് തന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവേ, എൻ്റെ ഏതെങ്കിലും പ്രവൃത്തികളോ പെരുമാറ്റ രീതികളോ എൻ്റെ ചിന്തകളോ എൻ്റെ നോട്ടമോ എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ബന്ധങ്ങളിലോ എവിടെയെങ്കിലും അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മാലിന്യം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എന്നിലൂടെ കടന്നു വരാൻ പോകുന്ന സന്തതിയെയാണ് ഞാനിപ്പോൾ ആത്മാവിൽ കാണേണ്ടത്. ഒരുപക്ഷെ നിനക്ക് തലമുറകൾ ജനിച്ചിട്ടില്ലായിരിക്കാം, നീ ഒരു യുവാവായിരിക്കാം, ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുണ്ടാകാം. ഇതിലൂടെയെല്ലാം നിന്നിലൂടെ കടന്നു വരുന്ന മാലിന്യത്തെ നിൻ്റെ വരും തലമുറകളിലേക്ക് നീ നൽകുകയാണെന്ന് വചനം നമ്മൾ ഉറപ്പുപെടുത്തുകയാണ്. നമ്മൾ മൂലം നമ്മുടെ
നമ്മുടെ സന്തതി പരമ്പരകൾ എവിടെയെങ്കിലും മലിനമായി പോയിട്ടുണ്ടെങ്കിൽ, ഒരു സന്യസ്തനോ അല്ലെങ്കിൽ ഒരു വൈദികനോ ആണ് ശ്രവിക്കുന്നെങ്കിൽ, നമ്മളിലൂടെ ജനിക്കേണ്ടിയിരുന്ന ആത്മീയ സന്തതിയെ, ആത്മീയ പിതൃത്വം പേറുന്നവരാണ് നമ്മൾ. ആത്മീയ സന്തതി നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ ദുർമാതൃക മൂലം മലിനമായി പോയിട്ടുണ്ടെങ്കിൽ ആ മേഖല നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അറിവില്ലായ്മ മൂലം, എൻ്റെ അഹങ്കാരം മൂലം കർത്താവേ വന്നുപോയ തെറ്റുകൾ, വീണുപോയ മേഖലകൾ, ഇടറിപ്പോയ മേഖലകൾ, അതിലൂടെ കർത്താവേ ഞാനുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മാലിന്യത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ, അശുദ്ധിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവേ കരങ്ങൾ അങ്ങിലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും ഇവരുടെ തലമുറകളിലേക്കും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകുന്ന വിശുദ്ധി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷം ഈ മക്കൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്ക് കർത്താവിൻ്റെ കരുണയും സ്നേഹവും വിശുദ്ധിയും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവേ, ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് തടസ്സം നിൽക്കുന്ന അഹങ്കാര ചിന്തകൾ, അശുദ്ധമായ ചിന്തകൾ, അശുദ്ധിയുടെ വ്യാപാരങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ, എൻ്റെ കുടുംബാംഗങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ മൂലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപകരമായ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവേ വിടുതലും വിശുദ്ധീകരണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പുന്നു, കണ്ണു തുറന്ന് ഈശോയെ നോക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ദൈവനിഷേധത്തിൻ്റെ, ദൈവസ്നേഹത്തിന് നിരക്കാത്ത, ദൈവവചനത്തിന് ചേരാത്ത, സുവിശേഷ ജീവിതവുമായി ബന്ധമില്ലാത്ത പ്രവൃത്തികളിലോ പെരുമാറ്റങ്ങളിലോ പ്രവണതകളിലോ കിടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒത്തിരി ഉപദേശിച്ചു, ഒത്തിരി പറഞ്ഞു, എന്നിട്ട് കേൾക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, വഴിവിട്ടു പോകുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധങ്ങളിലുള്ളവർ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആർക്കെങ്കിലും വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന കർത്താവിൻ്റെ കൃപ നമ്മളുമായി ബന്ധപ്പെട്ടും നമ്മളിപ്പോൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട്, കർത്താവേ, എന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന കൃപ എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകിയിറങ്ങണം. എന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന കൃപ എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങണം. എന്നിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപ എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് ഒഴുകിയിറങ്ങണം. എന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന കൃപ എൻ്റെ മാതാപിതാക്കളിലേക്ക് ഒഴുകിയിറങ്ങണം. എൻ്റെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവളിലേക്ക് വ്യാപരിക്കണം. എൻ്റെ കുടുംബത്തിൽ തകർന്നുപോയവരിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹത്തോടെ ദുശീലത്തിലോ പാപത്തിലോ എല്ലാവരിലേക്ക് ഒഴുകിയിറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന ശക്തിയും കൃപയും വിശുദ്ധീകരണം ആഗ്രഹിച്ച് നമുക്ക് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി ആത്മാർത്ഥമായി താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, പരിശുദ്ധ പരമകാരുണ്യ